ഇന്നലത്തെ ക്വാളിഫയറിലേക്ക് പോകാം, എന്നിട്ട് ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകാം. ക്വാളിഫയർ മത്സരം എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം നമ്മൾ വലിയൊരു റൺമലയൊക്കെയാണ് വിചാരിച്ചത്. കാരണം SRH ഫസ്റ്റ് തന്നെ ബാറ്റ് ചെയ്യുന്നു. അവരുടെ ഒരു രീതി അനുസരിച്ച് ടോസ് നേടിയാൽ ബാറ്റ് ചെയ്ത് ഒരു 200-250 റൺസ് വരെയും സ്കോർ ചെയ്യാൻ കെൽപ്പുള്ളൊരു ടീമാണ്. അപ്പോൾ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും തുടക്കത്തിലെ പരാജയപ്പെട്ടതല്ലേ അവരുടെ ഒരു തിരിച്ചടി? അതെ, തീർച്ചയായിട്ടും. കാരണം അവര് സൺറൈസേഴ്സ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത രണ്ട് ബാറ്റ്സ്മാൻമാരാണ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും. അപ്പൊ അവരുടെ നേരത്തെയുള്ള വിടവാങ്ങൽ ഉറപ്പായിട്ടും അവരെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവര് ബാറ്റ് ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ബാറ്റ് ചെയ്തത്. അവര് വിക്കറ്റ് പോകുന്നുണ്ടെങ്കിലും അവര് ആ ഒരു മൊമെന്റം, ആ ഒരു റൺ റേറ്റ് കീപ്പ് ചെയ്യാൻ തന്നെ നോക്കി. ഒരു 13-14 ഓവേഴ്സ് ആയപ്പോ 120-125 റൺസ് വരെ എത്തി. ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു 4 വിക്കറ്റ്സ്. ആ ഒരു സമയത്ത് ത്രിപാഠി റൺഔട്ട് ആയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈസിലി ഒരു 210 വരെ എത്തേണ്ട ഒരു മാച്ച് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സൺറൈസേഴ്സ്. അതുകൊണ്ട് അവര് നേരത്തെ ഔട്ടായെങ്കിലും, ആ രണ്ടുപേരും നേരത്തെ ഔട്ടായെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു റൺ സ്കോറിങ്ങിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തായാലും അവർ വിട്ടിട്ടില്ല. അവര് 200-220 റൺസ് മനസ്സിൽ കണ്ട് തന്നെയാണ് അവര് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കൊളാപ്സ്, ഇടയ്ക്ക് ഒരു 2 വിക്കറ്റൂടെ ഒരു സമതും ത്രിപാഠിയും ക്ലാസനും ഒരു 3-4 ഓവേഴ്സിനിടയ്ക്ക് ഔട്ടാവേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർക്കൊരു 160 ചുരുങ്ങി പോകേണ്ടി വന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് കൊൽക്കത്തയുടെ ബോളിങ്ങും അവരുടെ ആ ഒരു സ്ട്രാറ്റജിയും തന്നെയാണ്. ഇന്നത്തെ ഫീൽഡിങ്ങും, കൊൽക്കത്തയുടെ ഫീൽഡിങ്ങും എടുത്തു പറയേണ്ടതാണ്. മറുവശത്ത് SRHന്റെ ഫീൽഡിംഗ് പലപ്പോഴും പാളുന്നതും കണ്ടു. 2-3 തവണയൊക്കെ ശ്രേയസ് അയ്യറിനൊക്കെ കൈവിട്ട് കളയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ കൊൽക്കത്തയുടെ ഒരു ഫീൽഡിംഗ് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിരുന്നു. അർദ്ധ അവസരങ്ങൾ പോലും അവർ വിക്കറ്റാക്കി മാറ്റിയെടുക്കുന്ന കാഴ്ച. രാഹുൽ ത്രിപാഠിയുടെ റൺഔട്ട് ആവട്ടെ, അങ്ങനെ പലതും കൊൽക്കത്ത ഒരു സമ്പൂർണ്ണ പാക്കേജ് തന്നെയായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഒരു അനായാസ ജയമല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇതുപോലുള്ള ക്രൂഷ്യൽ മാച്ചസ്, നോക്കൌട്ട് മാച്ചസ് അല്ലെങ്കിൽ ക്വാളിഫയിങ് മാച്ചസ് വരുമ്പോൾ ഫീൽഡിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സമയം നമുക്ക് കാണാം, റസലിന്റെ ആ റൺഔട്ട്, ആ ത്രിപാഠിയുടെ റൺഔട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ഒരു 220 റൺസ് ഈസി ആയിട്ട് എടുത്തേനെ. കാരണം ആ സമയത്ത് സമത് സെറ്റ് ആയിരിക്കുകയാണ്. ത്രിപാഠി ഒരു 80-90 റൺസിന് വേണ്ടി സെറ്റായി ആ ഒരു ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതുപോലത്തുള്ള സമയത്ത് അതുപോലത്തുള്ള റൺഔട്ട്സ്, പിന്നെ അതുപോലെ റിങ്കു സിംഗിന്റെ ക്യാച്ച്, ക്ലാസിന്റെ ഭയങ്കര ക്രൂഷ്യൽ ക്യാച്ചാണ്, ഭയങ്കര ടഫ് ക്യാച്ചാണ്. അപ്പൊ ആ ക്ലാസിന്റെ ഒക്കെ ക്യാച്ച് ഒന്നും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആ സമയത്ത് ആ ഒരു പ്രഷർ ഉറപ്പായിട്ടും കൊൽക്കത്തയുടെ ഫീൽഡേഴ്സിനും ഉണ്ടാവും. പക്ഷെ അവരത് അനായാസം അവരത് ഹാൻഡിൽ ചെയ്തു. അവര് ഒരു ഫീൽഡിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50 റൺസ് അവര് ഈസി ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം അദ്ദേഹം വളരെയേറെ വിമർശനങ്ങൾക്ക് വിധേയനായ ഒരു താരമാണ്. ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ 24.5 കോടി രൂപ കൊടുത്ത് എന്തിന് ഇദ്ദേഹത്തെ എടുത്തു എന്നുള്ള ചോദ്യം വരെ വന്നു. കാരണം ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നു, അനാവശ്യമായ ബോളുകൾ, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനായി. എന്നാൽ രണ്ടാം പാദം നോക്കുമ്പോൾ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തിരിച്ചു വന്നൊരു കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്താണ്, അദ്ദേഹം എങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ബോളറായി മാറി, അല്ലെങ്കിൽ അങ്ങനെ എന്തിനു വാഴ്ത്തപ്പെടുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു മിച്ചൽ സ്റ്റാർക്കിൻ്റേത്. ഇന്നലെയും സ്ഥിതി വിഭിന്നമല്ല. ട്രാവിസ് ഹെഡിനെ തുടക്കത്തിൽ തന്നെ ക്ലീൻ ബൗൾഡ് ആക്കുന്നു. അവിടെ തന്നെ സൺറൈസേഴ്സിന്റെ ഒരു മാനസിക വീര്യത്തെ തകർക്കുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും. നമുക്കറിയാം നമ്മൾ എത്ര പ്രഷറിലാണെന്ന് പറഞ്ഞാലും 2 വേൾഡ് കപ്പ് വിന്നിംഗ്, 3 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലുണ്ടായിരുന്നതാണ്. അതിൽ 2 മാച്ച് മാൻ ഓഫ് ദി ഫൈനൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബിഗ് മാച്ച് പ്ലെയർ ആണ്. അത്രയും വേൾഡ് സ്റ്റേജിൽ എണീറ്റ് കൈപൊക്കി ആ ഒരു സെന്റർ സ്റ്റേജ് എടുത്ത് ആ ഒരു ബോളിംഗ് കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ഒരു പ്ലെയർ തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ കുറച്ച് മാച്ചസ് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് എറിയാൻ പറ്റിയ റൺസ് വഴങ്ങേണ്ടി വന്ന് വിക്കറ്റ് കിട്ടാതെ പോയി എന്നുള്ള അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞാൽ ബാധിച്ചിട്ടുണ്ടാകും. കാരണം ഒരു മോഡേൺ ക്രിക്കറ്റിലെ ഒരു ഗ്രേറ്റസ്റ്റ് ബോളർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് കംബാക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് താങ്കളുടെ ടീമിനെ കൊണ്ടുവരേണ്ടതെന്ന് അറിയാം. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബിഗ് മാച്ചസിലൊക്കെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ക്രിക്കറ്ററാണ്. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ ഒരു സ്റ്റാർട്ട് പ്രൊവൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 ഓപ്പണേഴ്സിന് ഒരു 6 ഓവർ ശരിക്കും അവർ ബാറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 250 റൺസ് നമുക്ക് ഇന്നലെ ഹൈദരാബാദിൽ കാണാമായിരുന്നു. ആരും ഒരു ബാറ്റ്സ്മാൻ മാത്രം അടിച്ചിട്ട് പോലും അവർ 160-165 റൺസ് വരെ എത്തി. അപ്പോൾ ആ ഓപ്പണേഴ്സിന്റെ സ്റ്റാർട്ടും പിന്നെ അവരുടെ
എന്താണ് ആ ഒരു മിഡിൽ ഓർഡേഴ്സിന്റെ ഒരു ഇമ്പാക്റ്റും കൂടെ കിട്ടിയെന്ന് ഉറപ്പായിട്ട് ഒരു 250 ആ 250 ഒരു മിനിമം ഒരു 90 റൺസ് തിരിച്ച് ബാക്കിലോട്ട് കൊണ്ടുവന്ന സ്റ്റാർക്കിന്റെ ആ ഒരു സ്റ്റാർട്ട് തന്നെയാണ്. തീർച്ചയായും എന്തായാലും കൊൽക്കത്ത ഒരു സമ്പൂർണ്ണ പാക്കേജ് തന്നെയായിരുന്നു ക്വാളിഫയർ റൗണ്ടിൽ. കാരണം ബാറ്റിങ്ങിലാവട്ടെ ബോളിങ്ങിലാവട്ടെ ഫീൽഡിങ്ങിലാവട്ടെ യാതൊരു പിഴവുകളും അവർ വരുത്തിയിരുന്നില്ല. എന്നാൽ മറുഭാഗത്ത് സൺറൈസേഴ്സ് എങ്ങനെയായിരുന്നു ലീഗ് മത്സരങ്ങൾ കളിച്ചത് അതിൻ്റെ നേരെ വിപരീതമായിരുന്നു അവരുടെ ആദ്യത്തെ ക്വാളിഫയർ പോരാട്ടം. എന്തായാലും അവർക്ക് ഇനി ഒരു ചാൻസ് കൂടെയുണ്ട്, അത് എലിമിനേറ്റർ വിജയിച്ച് വരുന്ന ടീമുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എലിമിനേറ്റർ മത്സരത്തിലേക്ക് പോവാം. RCBയും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസും. ഈ രണ്ട് ടീമുകളും നോക്കുമ്പോൾ രണ്ട് വിപരീത ദിശയിൽ നിന്ന് വന്ന ടീമുകളാണ്. ഒന്ന് തുടക്കപാദത്തിൽ IPL തുടക്കപാദത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളായിട്ട് വന്ന രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ മറുഭാഗത്ത് RCB ആദ്യ പാദത്തിൽ എല്ലാ മത്സരങ്ങളും തോറ്റ് തുന്നമ്പാടിയ ഒരു ടീമാണ്. എന്നാൽ രണ്ടാം പാദം നോക്കുമ്പോൾ നേരെ തിരിച്ചും 6 തുടർച്ചയായ 5 മത്സരങ്ങൾ അല്ലെങ്കിൽ 4 മത്സരങ്ങൾ പരാജയപ്പെടുന്നു. അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വരുന്നു. എന്നാൽ RCB തുടർച്ചയായ മത്സരങ്ങൾ വിജയിച്ച് 0% ചാൻസ് പ്ലേ ഓഫിലേക്ക് എന്ന് പറഞ്ഞിരുന്നവർ നേരെ പ്ലേ ഓഫിലേക്ക് 4ാം സ്ഥാനക്കാരായിട്ട് അവിശ്വസനീയമായ റണ്ണിലൂടെ വരുന്നു. നിലവിലെ ഒരു ശക്തിയിൽ അല്ലെങ്കിൽ കടലാസിലെ ഒരു ശക്തിയിൽ ആർക്കാണ് സാധ്യത? രണ്ട് ടീംസും ഉഗ്രൻ വേൾഡ് ക്ലാസ് ടീംസ് തന്നെയാണ്. കാരണം എന്താണ് രാജസ്ഥാൻ ഏറ്റവും ആദ്യം പ്ലേ ഓഫിൽ കയറിയ ടീമാണ്, അല്ലെങ്കിൽ രണ്ടാമത് പ്ലേ ഓഫിൽ കയറിയ ടീമാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ 10 മാച്ചിൽ 8 മാച്ച് അവർ ജയിച്ച് കഴിഞ്ഞ് കയറിയ ടീമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ട് സമയം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു പ്ലേ ഓഫിൽ എത്തുമ്പോഴത്തേക്കും ആ ഒരു മൊമെന്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു മൊമെന്റം അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ RCB അതും കൊണ്ടാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് രണ്ട് ടീംസിനെയും തള്ളിക്കളയാൻ പറ്റില്ല. രാജസ്ഥാൻ റോയൽസ് ആയാലും RCB ആയാലും ശരിക്കും കുറച്ച് നോക്കൌട്ട് മാച്ചസിൽ രണ്ട് ടീംസും കുറച്ച് വീക്കാണ്. അവർ ജയിച്ചതിനേക്കാൾ കൂടുതൽ തോറ്റിട്ടാണ് ഉള്ളത് നോക്കൌട്ട് മാച്ചസ്, അത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരു ടീമിന് ജയിക്കണം. അപ്പോ ആ ഒരു വെല്ലുവിളി രണ്ടുപേർക്കുണ്ട്. രണ്ടുപേർക്കും അവരുടേതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഉണ്ട്. ഒരു മേൽക്കൈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജയിച്ചു വന്ന ടീമാണ്. കാരണം രാജസ്ഥാൻ എടുക്കട്ടെ, ജോസ് ബട്ട്ലർ ഇല്ല നമുക്കറിയാം. അപ്പൊ ജോസ് ബട്ട്ലറിന്റെ ഇമ്പാക്ട് നമുക്ക് എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്കറിയാം. കാരണം ഒരിടത്തും ഇല്ലാത്ത മാച്ചസ്, ഇപ്പൊ ഒരു വലിയ സ്കോർ ചേസ് ചെയ്യട്ടെ, ചെറിയ സ്കോർ ആവട്ടെ, ഒരു ഫസ്റ്റ് ബാറ്റ് ചെയ്യട്ടെ, എല്ലാത്തിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയർ ആണ്. അപ്പോ അതിൻ്റെതായ ഒരു സെറ്റ് ബാക്ക് ഉറപ്പായിട്ടും രാജസ്ഥാൻ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും രാജസ്ഥാനെ തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ RCBയുടെ ഫോം വെച്ചിട്ട് RCB നമ്മൾ കണ്ടിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഇതുപോലെ വന്ന് ബാക്ക് ഒരുപാട് പുറകിൽ നിന്ന് വന്നിട്ട് ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. RCBക്കും അതിന്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ജയിക്കാനുള്ള ഒരു വെറി, അല്ലെങ്കിൽ അവർ ആ പ്ലേ ഓഫിൽ എത്താനായിട്ടുള്ള ആ ഒരു തേഴ്സ്റ്റ് അവരുടെ ലാസ്റ്റ് 2 മാച്ചസ് 3 മാച്ചസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവര് എത്രത്തോളം ആ ഒരു ടീമായിട്ട് കളിക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ എലിമിനേറ്ററിൽ വരുമ്പോഴത്തേക്കും. സോ രണ്ടുപേർക്കും ഈക്വൽ ചാൻസസ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു 60-40 RCBക്ക് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ പറയാനും കാരണമുണ്ട്. കാരണം നമുക്ക് RRന്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഒട്ടും തന്നെ മോശമല്ല. എന്നാൽ അവരുടെ ഒരു ഫോം, ഒരു മുൻനിര താരങ്ങളുടെയൊക്കെ ഫോം നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരു താരമാണ്. IPL വളരെയധികം റൺ സ്കോർ ചെയ്ത് ഏറ്റവും വലിയ റൺ സ്കോർ ചെയ്യുന്ന ഒരു താരം, ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്യുന്ന താരം ആകും എന്നൊക്കെ പ്രതീക്ഷിച്ച ഒരു താരമായിരുന്നു യശസ്വി ജയ്സ്വാൾ. എന്തായാലും അദ്ദേഹം IPL നിറമങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ നമുക്കറിയാം തുടക്കത്തിൽ വളരെയേറെ ഒരു ക്യാപ്റ്റൻ നോക്സ് ഒക്കെ ചെയ്തൊരു താരമാണ്. പല മത്സരങ്ങളും ഒറ്റയ്ക്ക് ജയിപ്പിച്ചു അദ്ദേഹം. എന്നാൽ പിന്നീട് ഞാൻ പറഞ്ഞ രണ്ടാം പാദത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹവും മങ്ങുന്നു. കഴിഞ്ഞ പഞ്ചാബായിട്ട് മത്സരത്തിൽ അദ്ദേഹം റൺസ് സ്കോർ ചെയ്തെങ്കിലും അതിന് മുമ്പത്തെ പല മത്സരങ്ങളിലും ചെറിയ സ്കോറിനൊക്കെ അദ്ദേഹവും പുറത്താകുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ ധ്രുവ് ജുറൽ വളരെ ഒരു വെടിക്കെട്ടൊക്കെ പ്രതീക്ഷയാണ് ധ്രുവ് ജുറലിൽ നിന്നും. എന്നാൽ അദ്ദേഹവും റോമാൻ പവലടക്കം പല താരങ്ങളും വെടിക്കെട്ട് താരങ്ങളെല്ലാം നിറമങ്ങുന്നു RRന്റെ രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ. അത് എന്തായാലും ഒരു വലിയ ആശങ്ക തന്നെയാണ്. കാരണം വലിയൊരു ഫസ്റ്റ് ഇപ്പോൾ ബാറ്റിങ്ങിന് RCB വിടുകയാണെങ്കിൽ, ടോസ് നേടി RRനെ ബാറ്റിങ്ങിന് വിടുകയാണെങ്കിൽ ഒരു 200 റൺസിന് മുകളിൽ സ്കോർ ചെയ്താൽ മാത്രമേ RCBയുമായിട്ട് പിടിച്ചേക്കാൻ സാധിക്കൂ. കാരണം വിരാട് കോഹ്ലിയും ഫാഫ് ഡു പ്ലസിയും ബാക്കി എല്ലാ താരങ്ങളും RCBയിൽ ബാറ്റിംഗ് ഓർഡറെല്ലാം വളരെ മികച്ച ഫോമിലാണ്. വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം നമുക്ക് ആദ്യം ജയ്സ്വാളിൽ തുടങ്ങാം. എന്നുവെച്ചാൽ ജയ്സ്വാൾ നമുക്കറിയാം ഒരു വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻ ആണ്. ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുണ്ട് IPL ആയാലും ഇന്ത്യക്ക് വേണ്ടിയിട്ടായാലും റീസെന്റ്. അപ്പോൾ നേരത്തെ സ്റ്റാർക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വലിയ മാച്ച് വരുമ്പോൾ ജയ്സ്വാൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ശരിക്കും നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇത്രയും നാള് ഈ ഒരു 14 മാച്ചസ് ജയ്സ്വാൾ റണ്ണ് ഒരു 30-40 മേളിൽ അടിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ജയ്സ്വാളിന്റെ ദിവസമായി. കാരണം നമ്മൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു മാച്ച് വരുമ്പോൾ എപ്പോഴും ആ ഒരു സ്റ്റാർട്ട്, ആ ഒരു
മാച്ച് തുടങ്ങുമ്പോൾ ഉള്ള ഒരു മൊമെന്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ക്രൂഷ്യലാണ്. ആ ഒരു മൊമെന്റം ഓപ്പണർ ആസ് എൻ ഓപ്പണർ ഉറപ്പായിട്ടും ജയ്സ്വാളിന് ആ ഒരു ഇത് കൊടുക്കാൻ പറ്റും. ആ ഒരു പവർ പ്ലേ ഓവേഴ്സിൽ ഒരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട യശ് ദയാലിന് ജയ്സ്വാളിന് മേലിലുള്ള ആധിപത്യം 2-3 പ്രാവശ്യം ഔട്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതിന്റെയൊക്കെ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നാലും ജയ്സ്വാളിന് അറിയാം, ജയ്സ്വാള് ഇത്രയും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഒരുപാട് റൺസ് ബാക്കിലുള്ള ആളാണ്. അപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ടാവും. ഒരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 6 ഓവേഴ്സ് ബാറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ബട്ട്ലറിന്റെ ഒരു എന്താണ് ആ ഒരു വിടവ് ഉറപ്പായിട്ട് നികത്താൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് ജയ്സ്വാൾ. അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ ജയ്സ്വാൾ ഒരു നല്ല ഇന്നിങ്സ് കളിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്കറിയാം രാജസ്ഥാന്റെ ബാറ്റിങ്ങിനേക്കാൾ അവർ മികച്ചു നിൽക്കുന്ന ബോളിങ്ങിലാണ്. അവര് കുറെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ബോൾട്ടിനെ ആയിക്കോട്ടെ, ഇപ്പൊ അശ്വിനെ തന്നെ അറിയാം, ഒരു 30 റൺസിന് മേളിൽ എനിക്ക് തോന്നുന്ന ഒരു 2-3 മാച്ചേ കൊടുത്തിട്ടുള്ളൂ. 30 റൺസിന് മേളിൽ 14 അത്രയും എക്കണോമി, അത്രയും വിക്കറ്റ്സ് ഉള്ള ബോളറാണ്. അതുപോലെ ചാഹൽ, അപ്പോൾ അവരുടെ സ്ട്രെങ്ത് ബോളിംഗ് ആണ്. അപ്പോൾ ഒരു 200 റൺസ് 220 റൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി ടീമിന്റെ എതിരെ ചേസ് ചെയ്യുന്ന പോലെ രാജസ്ഥാനായിട്ട് ചേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, സന്ദീപ് ശർമ്മ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിന്റെയൊക്കെ ഇമ്പാക്ട് അവർ ബാറ്റിംഗില് ഒരു ഗൺ ഇന്നിങ്സ് അല്ലെങ്കിൽ ഇപ്പോ സഞ്ജു ഒരു നോക്കൌട്ടില് ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല പെർഫോം ചെയ്യുന്ന. പക്ഷെ അപ്പോൾ സഞ്ജുവിന് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സഞ്ജു ഒരുപാട് ഒരു കുറച്ച് സമയമെടുത്ത് 20 ഓവേഴ്സ് ബാറ്റ് ചെയ്യത്തക്ക രീതിയിൽ സഞ്ജു, ജയ്സ്വാള്, ആദ്യത്തെ 3-4 പേര് നമുക്കറിയാം. അതുപോലെ റയാൻ പരാഗ് നല്ല ഫോമിലാണ്, 550 റൺസ്, ഓൾമോസ്റ്റ് 600 റൺസ് ആയിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. അപ്പോൾ അവരുടെ മെയിൻ ബാറ്റ്സ്മാൻമാര് റണ്ണടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇന്നൊരു നല്ല ദിവസമായിരിക്കും. ബാക്കിയുള്ള ടീംസിനെതിരെ ചേസ് ചെയ്യുന്ന പോലെ എന്തായാലും രാജസ്ഥാനായിട്ട് അത്ര ഈസി ആവില്ല ഏത് ടീമിനും ചേസ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഒരു എലിമിനേറ്റർ മാച്ചിൽ. സോ നമ്മളൊരു ഈ മാച്ചിൽ ഒരു 220 എന്നുള്ളത് ഒരു 190 200 ആയാലും 180 to 200 ആയാലും RCBക്ക് ടഫ് തന്നെ ആയിരിക്കും തിരിച്ച് ചേസ് ചെയ്യുമ്പോൾ. കാരണം ബിഗ് മാച്ച് ആണ്, നല്ല ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ ബാറ്റിംഗ് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് റൺസ്, അല്ലെങ്കിൽ ആ ഒരു തുടക്കത്തിലെ ഒരു 250 260 ഒക്കെ പോവാതെ ഒരു 180 200 സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം അവർക്ക് അത് എറിഞ്ഞ് പിടിക്കാനായിട്ടുള്ള ബോളേഴ്സ് ഉണ്ട്. തീർച്ചയായും ഇപ്പോൾ RCBയുടെ കാര്യം നോക്കുകയാണെങ്കിൽ RCB തുടക്കത്തിൽ 8 മത്സരങ്ങൾ 7 മത്സരവും തോറ്റു നടത്തുന്നതാണ്. പിന്നീടുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ച് അവിശ്വസനീയമായി അവർ പ്ലേ ഓഫിലെത്തുന്നത്. അപ്പോൾ ആ ഒരു വീര്യം, ആ ഒരു ടീം സ്പിരിറ്റ്, ആ ഒരു വിജയത്തിൻ്റെ സ്പിരിറ്റ് എല്ലാം RCBക്ക് കൂടുതലായിരിക്കും. അവരിങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഫൈനലിലേക്ക് എത്താനുള്ള ഒരു പമ്പിങ് പവർ അവർക്കുണ്ട്. എന്തായാലും അത് നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെയും ഡുപ്ലസിയുടെയും ഒരു തുടക്കത്തിലെ ഒരു ബാറ്റിംഗ്, അവർ ഒരു 7-8 ഓവർ ഒരുമിച്ച് നിന്നാൽ, ഫസ്റ്റ് ബാറ്റിംഗ് ആണെന്ന് വയ്ക്കാം, നമുക്ക് RCBക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അവർ 7-8 ഓവർ നിന്നാൽ അപ്പോൾ തന്നെ 100 റൺസ് എന്തായാലും RCB കടക്കും. പിന്നീടുള്ളവർക്ക് ഇപ്പോൾ രജിത് പാറ്റിഡാറിനും അതോടൊപ്പം തന്നെ കാമറോൺ ഗ്രീൻ അടക്കമുള്ള ഗ്ലെൻ മാക്സ്വൽ അടക്കമുള്ള താരങ്ങൾക്ക് പിന്നീട് ഈസിയാണ്. ഒരു 200 അബോ സ്കോർ ചെയ്യുമ്പോൾ പിന്നെ ഈസിയാണ്. അവർ ജസ്റ്റ് ഒരു 3-4 ഓവറോ ഈ താരങ്ങൾ നിന്നാൽ മതി. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ RR ബോളിംഗ് ആണെങ്കിൽ തുടക്കത്തിൽ RCBയുടെയും മുൻനിര വിരാട് കോഹ്ലിയും ഫാഫ് ഡുപ്ലസിയും പവർ പ്ലേക്ക് മുമ്പേ പറഞ്ഞയച്ചാൽ RRന് കൂടുതൽ ചാൻസ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവരുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും കൂടുതൽ റൺസ് അടിച്ചിട്ടുള്ളത് ഇവരുണ്ട്, ഈ ഡുപ്ലിസി കോഹ്ലി കോമ്പിനേഷൻ ആണ്. അപ്പോൾ അവര് രണ്ടുപേരും ഒരുമിച്ച് അടിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. അവര് ചിലപ്പോൾ ഒരാൾ ആദ്യമേ ഔട്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പവർ പ്ലേ സമയത്ത് ഔട്ടാവുമ്പോൾ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷെ അവരുടെ സ്റ്റാർട്ട് തന്നെയാണ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാരണം അവർക്ക് RRന് തിരിച്ചു വരാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ അവരുടെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് അത്ര സ്ട്രോങ് അല്ല. ഇപ്പോൾ കാമറോൺ ഗ്രീൻ ആയാലും മാക്സ്വൽ ആയാലും ലോംറർ ആയാലും അവരുടെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് ഒട്ടും സ്ട്രോങ് അല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ബിഗ് മാച്ചസ് അടിക്കാൻ പറ്റും. പക്ഷെ ഫോമിലല്ല, അവരാരും വലിയ ഫോമിലല്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോവർ എൻഡിൽ ദിനേശ് കാർത്തിക് ആണ് റൺസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 2 വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 3 വരുന്ന ബാറ്റ്സ്മാൻമാർ 3, 4, 5 വരുന്ന ബാറ്റ്സ്മാൻമാർ ഉറപ്പായിട്ടും പ്രഷറിലായിരിക്കും. ആ 2 വിക്കറ്റിന്റെ കൂടെ അവർക്ക് ആ ഒരു 3 വിക്കറ്റിന് വേണ്ടി പുഷ് ചെയ്യാനുള്ള ഒരു ബോളിംഗ് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു കോഹ്ലി ആയാലും ഡുപ്ലിസി ആയാലും അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ ആ ഒരു ബിഗ് മാച്ചസിന് വേണ്ടിയുള്ള അവർക്ക് ആ ഒരു കോമ്പറ്റീഷൻ ടൂർണമെന്റ് ജയിക്കണം എന്നുള്ള ഒരു ത്രൈവ് എല്ലാം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമ്മൾ ആ നോക്കൌട്ടിൽ എത്താൻ വേണ്ടി അവരുടെ എഫേർട്ട്, ഇപ്പോൾ ഡുപ്ലിസിയുടെ ഫീൽഡിങ്, ഡുപ്ലിസിയുടെ ഒരു ക്യാച്ച് നമ്മൾ കണ്ടു. അതുപോലെ അവരുടെ ആ ടീമായിട്ട് അവർ കളിക്കുന്ന ഒരു ഏരിയാസ്, അവരെ പുഷ് നമുക്ക് കണ്ടാൽ അറിയാം. അവരെ പുഷ് ചെയ്ത് അവരുടെ ആ സീനിയേഴ്സ്, ഇപ്പോൾ മാക്സ്വൽ, കോഹ്ലി, ഡുപ്ലിസി, ഗ്രീൻ, ഇവരൊക്കെ ആ ടീമിനെ, ആ യങ് ടീമിനെ പുഷ് ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ അറിയാം അവർക്ക് എത്രത്തോളം ഈ ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ വേണ്ടി അവര് അത്ര ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട്
ഉറപ്പായിട്ട് RCB എഴുതി തള്ളാൻ പറ്റില്ല. ആര് വേണമെങ്കിലും ബിഗ് മാച്ചിൽ ചെയ്യാം, ആര് വേണമെങ്കിലും ബിഗ് മാച്ചിൽ പെർഫോം ചെയ്യാം. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ രണ്ടുപേർക്ക് ഡുപ്ലീസി, കോഹ്ലിക്ക് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ഇന്ന് പെർഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ടീമിനെ ടോപ്പ് 3 എത്തിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉറപ്പായിട്ടും ഡുപ്ലീസിക്കും കോഹ്ലിക്കും ഒരുപാട് കൂടുതലായിരിക്കും. തീർച്ചയായും എന്തായാലും IPL അതിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തുകയാണ്. വളരെ ആവേശം നിറഞ്ഞ ഒരു സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എലിമിനേറ്റർ പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത്. എലിമിനേറ്ററിൽ RCB ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ ഈ വർഷമെങ്കിലും ആ കപ്പ് തങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാനായിട്ട് RCB ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും സഞ്ജുവിൻ്റെ ടീമിനും നമുക്ക് വിജയാശംസകൾ നേരാം. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും വിജയിച്ച് വരണമെന്നാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇരു ടീമുകൾക്കും വിജയാശംസകൾ നേരാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.